രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. 2 Chronicles 26:5. അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോട് ദൈവം അവന് അഭിവൃദ്ധി നൽകി. പ്രൈസ് ദി ലോർഡ്. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ ദൈവത്തെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. രാജാക്കന്മാരുടെ ചരിത്രങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയപ്പോൾ ചില കാര്യങ്ങളൊക്കെ കമൻട്രി ആയിട്ട് രേഖപ്പെടുത്താറുണ്ട്. ഇപ്പം നമുക്കറിയാം, യബ്ബേസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് വംശാവലി ഇങ്ങനെ എഴുതി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു, യബ്ബേസ് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ അതിര് വിശാലമാക്കണം, നിന്റെ കൈ എന്നോട് കൂടി ഇരിക്കണം. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അങ്ങനെ ഒന്ന് വിശദീകരണം കൊടുത്തിട്ട് പിന്നെ ബാക്കി വംശാവലി തുടരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ രാജാക്കന്മാരുടെ ചരിത്രം വിശദീകരിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഉസിയാവ് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് പറയുകയാണ്. 16 വയസ്സ് പ്രായമുള്ളപ്പോൾ, 26-ാം അധ്യായം 1-ാം വാക്യം, 16 വയസ്സ് പ്രായമുള്ളപ്പോൾ രാജസ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അവൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ദൈവത്തെ അന്വേഷിച്ചു, കർത്താവിനോട് പറ്റിച്ചേർന്ന് നിന്നു, ദൈവത്തെ ഭയപ്പെട്ടു. അപ്പൊ ദൈവത്തോട് അവൻ ചേർന്നിരുന്ന, ദൈവത്തെ അന്വേഷിച്ച നാളുകളെല്ലാം, അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. അപ്പൊ ദൈവം തരുന്ന അഭിവൃദ്ധി, ദൈവത്തെ അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന അഭിവൃദ്ധി. അഭിവൃദ്ധി എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഉയർച്ച സകല മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ എത്രത്തോളം ഉയർന്നാലും, എത്രത്തോളം ഉന്നതമെന്ന് ലോകത്തിൻ്റെ വ്യാഖ്യാന പ്രകാരം നമുക്ക് പറയുവാൻ കഴിയുമെങ്കിലും ഉന്നതന്മാർക്ക് പലർക്കും സ്വസ്ഥതയില്ലാത്ത അനുഭവം നമുക്കറിയാം. പേരും പ്രശസ്തിയുമുള്ള ഒത്തിരി പേർക്ക് സ്വസ്ഥതയില്ലാത്ത ജീവിതവും ആത്മഹത്യയും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ യഥാർത്ഥ അഭിവൃദ്ധി എന്ന് പറയുന്നത് ദൈവം തരുന്ന അഭിവൃദ്ധിയാണ്. അതാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം തരുന്ന അഭിവൃദ്ധി എവിടുന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തെ അന്വേഷിക്കുന്ന കാലത്തോളം ദൈവം ഒരു അഭിവൃദ്ധി തരും. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോടെല്ലാം പറയാം, നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നവരാകാം, കോളേജിൽ പഠിക്കുന്നവരാകാം. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും, എൻ്റെ സുഹൃത്തുക്കളൊക്കെ അവർക്ക് എത്ര ബുദ്ധിശക്തിയുണ്ട്, അവർക്ക് എത്ര കഴിവുണ്ട്, എനിക്കിതൊന്നും ഇല്ലല്ലോ എന്ന് ചിലപ്പോഴൊക്കെ തോന്നലുണ്ടാകും. എന്നാൽ ഞാൻ നിങ്ങളോട് രഹസ്യം പറയാം, അഭിവൃദ്ധിയും ജ്ഞാനവും അറിവും അനുഗ്രഹവും വരുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ കൂടെ. അപ്പൊ അവരെ കണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഭാരം തോന്നുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ദൈവസ്ഥലിലേക്ക് ചെന്നിട്ട് പറയണം, കർത്താവേ, അങ്ങ് എൻ്റെ കൈയൊന്ന് പിടിക്കണം, അങ്ങ് എന്നെ സഹായിക്കണം. ഈ PG ഓറീസ് സാറിൻ്റെ ഒരു അനുഭവമുണ്ട്. തൻ്റെ മോൻ ഭയങ്കര അക്കാഡമിക്കലി ഭയങ്കര പൂറാണ്. അപ്പോൾ ഒരു ദിവസം ചെന്നപ്പം റിസൾട്ടിന് അപ്പനും അമ്മയും വിളിച്ചു. അപ്പോൾ അവരോട് ചെന്ന് നോക്കുമ്പോൾ അവൻ പിന്നെ തോറ്റിരിക്കുക, ഭയങ്കര സങ്കടമായി. അപ്പം ഇവനെ വിളിച്ച് നിർത്തിയിട്ട് ഈ അപ്പൻ പറഞ്ഞു, മോനെ, ഈ വിഷയത്തിൽ നിനക്ക് സങ്കടമുണ്ടോ? അവൻ പറഞ്ഞു, പപ്പ, ഞാൻ പഠിക്കാഞ്ഞിട്ടല്ല, ഓർമ്മ നിൽക്കുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ അപ്പൻ അവൻ ഫെയിലായി എന്ന് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അന്നൊക്കെ ഇങ്ങനെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും സ്കൂളിൻ്റെ നോട്ടീസ് ബോർഡിൽ. അപ്പോൾ ആ നോട്ടീസ് ബോർഡിന് മുമ്പിൽ നിർത്തിയേച്ച് ഇവര് രണ്ടുപേരും കൂടെ ആ നോട്ടീസ് ബോർഡിലേക്ക് കൈവച്ചേച്ച് ക്ലെയിം ചെയ്തു, കർത്താവേ, ഇന്നു മുതൽ ഞങ്ങൾ അങ്ങേ അന്വേഷിക്കാൻ പോവുക, ഇവൻ്റെ ബുദ്ധിശക്തിയെ അങ്ങ് ഏറ്റെടുക്കണം, ഇവൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കണം,
എന്നും പറഞ്ഞ് ദൈവത്തിലേക്ക് ഏൽപ്പിച്ച് ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ അടുത്ത വർഷം അവൻ ആ ക്ലാസ്സിലെ 1ാം റാങ്ക് വാങ്ങിച്ചു എന്നൊരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭാരം തോന്നുന്നുണ്ടെങ്കിൽ, ഏത് മേഖലയെ സംബന്ധിച്ച് നിങ്ങളൊരു പരാജയമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ വാക്യമനുസരിച്ച് ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ പരാജയത്തിൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുക. എങ്ങനെയാ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുന്നത്? നിങ്ങളുടെ ക്ലാസ്സിൽ ചെന്ന് അടുത്ത ദിവസം തൊട്ട് നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാമോ? നിങ്ങളുടെ ക്ലാസ്സിൽ മറ്റു കുട്ടികളുടെ മുമ്പിൽ ഒരു ക്രിസ്തുവിന്റെ മാതൃകയായിട്ട് നിങ്ങൾക്ക് നിൽക്കാമോ? നാളെ മുതൽ നിങ്ങൾക്ക് കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങാമോ? ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ കർത്താവിനെ അന്വേഷിക്കാൻ ആരംഭിക്കാമോ? യഹോവാ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് നല്ല ബുദ്ധി ഉണ്ട്. അബ്രഹാം സാധാരണക്കാരനെ പോലെ ജീവിച്ച ഒരാളായിരുന്നു. അബ്രഹാം ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. അബ്രഹാമിന്റെ അകത്തൊരു കൊതിയുണ്ടായി. ജീവനുള്ള ഒരു ദൈവം ഉണ്ടോ? വിഗ്രഹാരാധികളുടെ നാട്ടിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ തന്റെ പ്രാർത്ഥനയിൽ സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് തനിക്ക് വെളിപ്പാട് കൊടുത്തു. തന്നോട് സംസാരിച്ചു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തെ അന്വേഷിച്ചത് കൊണ്ട് ആ ദൈവത്തിന്റെ വെളിപ്പാട് എനിക്ക് നൽകിയച്ച ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഈ ദേശത്തുനിന്ന് പുറപ്പെടുവിച്ച് ഞാനൊരു ദേശത്തേക്ക് നിന്നെ കൊണ്ടുപോകും. അവിടെ ഞാൻ നിന്നെ സെറ്റിൽ ചെയ്യും. നീ മുഖാന്തരം ഒരു ജാതിയെ, ഒരു ജനതയെ ഞാൻ ഈ ഭൂമിയിൽ രൂപപ്പെടുത്തും. ജീവനുള്ള ദൈവമുണ്ടെന്ന് ലോകജാതികൾ മുഴുവനും അറിയത്തക്കവണ്ണം അന്നും ഇന്നും ആ ജനത ശക്തമായിട്ട് നിലകൊള്ളുന്നതിന്റെ കാരണം ഒരു മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചതാണ്. അപ്പനും അമ്മയും ജീവിതത്തിനകത്തെ ഏറ്റവും വലിയ പ്രാധാന്യത ദൈവത്തിന് കൊടുത്താൽ, അപ്പനും അമ്മയും ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ ദൈവത്തെ ആദരിക്കാൻ തുടങ്ങിയാൽ, ആ കുടുംബത്തിലെ തലമുറയെ ദൈവം അഭിവൃദ്ധി കൊണ്ട് നിറയ്ക്കുമെന്ന് ഈ വചനത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ തലമുറയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാകണമോ? നാം ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുക. നമ്മുടെ പരാജയങ്ങൾ വിജയമായി മാറണമോ? നാം ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുക. ശലോമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ രഹസ്യം ഇതായിരുന്നു. അവന് വലിയൊരു ഉത്തരവാദിത്തം കിട്ടിയപ്പോൾ അവൻ ദൈവസന നെടുമ്പാട് വീണച്ചു പറഞ്ഞു, ദൈവമേ, എനിക്ക് പ്രാപ്തിയില്ല, അങ്ങനെ ഒന്ന് ഏറ്റെടുക്കണമേ. ദൈവം ഇറങ്ങി വന്നേച്ച് പറഞ്ഞു, ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ജ്ഞാനവും ബുദ്ധിയും തരും, അത് മാത്രമല്ല മഹാസമ്പത്തും അഭിവൃദ്ധിയും ഞാൻ നിനക്ക് തരും. വളരെ ശക്തമായി 10,000-കണക്കിന് ആൾക്കാരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യന്റെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്. തനിക്കൊരു 16 വയസ്സോളമുള്ള സമയത്ത് വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു മിഷണറി നാട്ടിൽ വന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ടപ്പോൾ 16 വയസ്സുള്ള ദരിദ്ര കുടുംബത്തിൽ പിറന്ന താറാവ് കൃഷി ചെയ്യുന്ന ആ മനുഷ്യന്റെ മകന് ഹൃദയത്തിനകത്തൊരാഗ്രഹം, ദൈവമേ, ഇത്രയും ജനത യേശു എന്ന പേര് കേട്ടിട്ടില്ലാതെ നശിച്ചു പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ ഈ കൊച്ചു ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. അവൻ ആ മിഷണറിയുടെ കൂടെ കൂടി. ആ മിഷണറി OM-ന്റെ പ്രവർത്തനത്തിലേക്ക് ഈ പയ്യനെ കൊണ്ടുപോയി. 16 വയസ്സുള്ള പയ്യൻ, മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന പയ്യൻ, ബാംഗ്ലൂരിലേക്കാണ് കൊണ്ടുപോയത്. അപ്പൊ അവിടെ ഒരു സമ്മേളനം നടക്കുകയാണ്. ഈ മിഷണറിമാരും ടീമുകളെല്ലാം ബാംഗ്ലൂർ വരും. എന്നിട്ട് 3-4 ദിവസത്തെ, ഒരാഴ്ച 2 ആഴ്ച എങ്ങാണ്ടുള്ള സെമിനാറുണ്ട്. അത് കഴിഞ്ഞിട്ട് വാനുകളിലാണ് അവർ ഓരോ സംസ്ഥാനങ്ങളിലേക്കും പോകുന്നത്. അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ ട്രാക്റ്റ് കൊടുക്കും. അപ്പോൾ ഓരോ ടീം ഉപജീവിക്കുന്നത് ഈ ട്രാക്റ്റ് വിറ്റ് അതുകൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം കഴിച്ച് ജനങ്ങളോട് സുവിശേഷം പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ടീമുകളായിട്ട് ഇന്ത്യയിൽ ഒത്തിരി സംസ്ഥാനങ്ങളിലേക്ക് ഓപ്പറേഷൻ മൊബിലൈസേഷന്റെ പ്രവർത്തനങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ബാംഗ്ലൂരിൽ ഇങ്ങനെ ഒത്തിരി പേര് വന്നുകൂടിയിരിക്കുന്ന കൂട്ടത്തിൽ ഈ 16 വയസ്സുള്ള പയ്യൻ
മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന പയ്യൻ. അപ്പം ഈ സെമിനാറിനെല്ലാം പുള്ളി അറ്റൻഡ് ചെയ്തതിന്റെ ഒടുവിലത്തെ ദിവസം ടീമിന്റെ ലിസ്റ്റ് ഇട്ടു. ഓരോരോ ലീഡേഴ്സും ആ ലീഡേഴ്സിന്റെ കീഴിൽ ഇത്ര പേരും, ഇന്ന വാൻ നമ്പർ ഇന്നത് ആ ടീമിന്, ട്രക്ക് നമ്പർ ഇന്നത് ഇന്ന ടീമിന്. അങ്ങനെ ലിസ്റ്റിൽ ചെന്ന് ഈ 16 നോക്കിയപ്പം പുള്ളിയുടെ പേരതിലില്ല. ആ പുള്ളി ഓടിച്ചെന്ന് അതിന്റെ മെയിൻ ലീഡറോട് ചോദിച്ചു, എന്റെ പേര് വന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, മോനെ എടാ, ഒന്നാമത്തെ നിനക്ക് 10-16 വയസ്സേ ഉള്ളൂ, രണ്ടാമതിനെ കണ്ട തീർത്തും ആരോഗ്യമില്ല. ഇവര് പോകുന്നത് ഏതെങ്കിലും നല്ല സ്ഥലത്ത് പോയി താമസിക്കാൻ പോകുന്നതല്ല, ഇവര് പോകുന്ന വടക്കേ ഇന്ത്യയിലെ കൊടും ചൂടിലേക്കാണ്. മോനെ, ടാറ് തിളച്ചു പൊങ്ങുന്ന വെയിലത്താണ് ഇവര് നടന്ന് ട്രാക്ട് കൊടുക്കാൻ പോകുന്നത്. നീ അവിടെ ചെന്ന് നിനക്ക് വല്ല രോഗവും പിടിച്ചാൽ ഈ ടീം മുഴുവനും കഷ്ടത്തിലാകും, നിന്നെ നോക്കാൻ അവർക്കൊന്നും പറ്റില്ല. അതുകൊണ്ട് നീ മടങ്ങിപ്പോ, കുറെ വർഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇവന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയേച്ച് ഇവൻ റൂമിലോട്ട് തിരിച്ചു വന്നു. പിറ്റേ ദിവസം രാവിലെ ടീമുകൾ പോവുക. റൂമിലേക്ക് തിരിച്ചു വന്നിട്ട് പുള്ളിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ കൊതിയോടെ വന്നതല്ലേ, സ്വപ്നം കണ്ടു വന്നതല്ലേ, നോർത്ത് ഇന്ത്യയിൽ ഒരു തവണ പോലും യേശു എന്ന വാക്ക് കേട്ടിട്ടില്ലാത്ത ആളുകളെ കുറിച്ചുള്ള ആത്മഭാരമായിട്ട് വന്നതല്ലേ. ഈ മനുഷ്യന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. രാത്രി 2 മണിക്ക് പുള്ളി എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പുള്ളി ആ വരാന്തേക്കൂടെ നടന്നപ്പോൾ പുള്ളി ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു, എന്റെ ദൈവമേ, 16-കാരനായ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്ര ശ്രേഷ്ഠമായ ജോലി ചെയ്യാൻ കർത്താവിന് വേണ്ടി ഇത്ര ശ്രേഷ്ഠമായി പ്രവർത്തിക്കുന്ന ഈ മനുഷ്യരോട് കൂടെ ചേരാനുള്ള പ്രായവും പക്വതയും എനിക്കില്ലല്ലോ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് താൻ അവിടെ ആ വരാന്തയിൽ ഇരുന്ന് തന്റെ തലയിലേക്ക് കൈവച്ച് താൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്റെ കണ്ണിലൊരു കാഴ്ച പെട്ടു. ഡോർമെറ്ററിക്കകത്ത് ഉറങ്ങിക്കിടക്കുന്ന എല്ലാവരുടെയും ഷൂസും ചെരുപ്പും അവിടെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുക. പുള്ളി നോക്കിയപ്പോൾ ആ ഷൂസ് പലതും ചെളി പിടിച്ച് അഴുക്ക് പിടിച്ച് കിടക്കുക. ഇതിട്ടുകൊണ്ടാണല്ലോ അവര് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. ഈ മനുഷ്യൻ രാത്രി 2 മണിക്ക് ഒരു ബക്കറ്റും ഒരു തുണിയും ഒരു വെള്ളവുമായിട്ട് വന്നേച്ച് താൻ ആ തുണി വെള്ളത്തിൽ മുക്കി ഓരോരോ ചെരുപ്പും ക്ലീൻ ചെയ്യാൻ തുടങ്ങി, ഓരോരോ ഷൂസും ക്ലീൻ ചെയ്യാൻ തുടങ്ങി. താൻ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ താൻ പോലും അറിയാതെ ഏതോ ഒരു ടീമിന്റെ ലീഡർ രാത്രി പുറത്തേക്ക് എങ്ങാണ്ട് ഇറങ്ങിയപ്പോൾ ഈ കാഴ്ച കണ്ടു. ഇദ്ദേഹം പറഞ്ഞില്ല, ആരും അറിഞ്ഞില്ല, ആ മനുഷ്യൻ ഇത് നോട്ട് ചെയ്തായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ടീമുകൾ ഓരോന്ന് ട്രക്കിൽ കയറി ഇങ്ങനെ പോവുകയാണ്. ഈ മനുഷ്യൻ ആ 1-ാം നിലയുടെ മേളിൽ നിന്ന് ഓരോരോ ടീമുകൾ ഇങ്ങനെ പോകുമ്പോൾ ഇവന്റെ കണ്ണ് നിറഞ്ഞൊഴുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഇവൻ അവരെല്ലാം കൈവീശി കാണിച്ചേച്ച് കരഞ്ഞോണ്ട് അവിടെ നിന്ന്, എനിക്കൊന്നും ഇതിന് അർഹതയില്ലല്ലോ, എനിക്ക് യോഗ്യതയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്റെ പുറത്ത് ഒരാൾ നിന്ന് തട്ടി വരാൻ പറഞ്ഞു. അത് ആ മനുഷ്യനായിരുന്നു. ആ മനുഷ്യനാണ് പുള്ളിയെ ഒരു ടീമിലേക്ക് എടുത്തത്. അവിടുന്ന് തുടങ്ങിയ മിഷണറി യാത്ര 10,000-കണക്കിന് ആളുകളെ, 1000-കണക്കിന് സഭകൾ സ്ഥാപിക്കാൻ ശക്തമായിട്ട് ദൈവം ഉപയോഗിച്ച ഒരു ദൈവഭൃത്തനായിട്ട് ആ മനുഷ്യനിലൂടെ ദൈവം ഒത്തിരി സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ദൈവം കൊണ്ടുവന്നെങ്കിൽ അതിന്റെ പുറകിൽ ഒരു കാരണമുണ്ട്. 16 വയസ്സുള്ളപ്പോൾ അവൻ ദൈവത്തെ അന്വേഷിച്ചു. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല എന്ന് ദൈവം പറഞ്ഞ ഏത് കഷ്ടതയുടെ നടുവിലും നിന്നെ നടത്തുവാൻ അവൻ ശക്തനാണ്. ഈ ദൈവത്തെ അന്വേഷിച്ചാൽ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിനെ അന്വേഷിച്ചിറങ്ങി തിരിച്ച ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിച്ച ചരിത്രമുണ്ട്. അഭിവൃദ്ധി വേണോ? ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസനെ മുഴങ്കാൽ മടക്കാൻ തുടങ്ങിയാൽ നീ ചിന്തിക്കാത്ത വിധത്തിൽ നിന്റെ പുറകിൽ ദൈവം വാതിലുകൾ തുറക്കും. നിന്റെ മുൻപിൽ നീ കർത്താവിനെ മാത്രം കാണും. മനസ്സ് കർത്താവിങ്കലാണെങ്കിൽ അഭിവൃദ്ധി പുറകെ വരുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആ അഭിവൃദ്ധി സാമ്പത്തികമെന്ന് മാത്രം ചിന്തിക്കല്ലേ. സാമ്പത്തികമുള്ള എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടെന്നും അഭിവൃദ്ധി ഇല്ലാത്തവരാണെന്നും പറയുന്നത് തെറ്റായ കാഴ്ചപ്പാടാണ്. ഒരുപക്ഷെ മനസ്സുകൊണ്ട് നോക്കിയാൽ അവൻ അഭിവൃദ്ധി ഏറ്റവും കൂടുതൽ കാണുന്നത് ചിലപ്പോൾ ഒന്നുമില്ലാത്ത ചിലരിലായിരിക്കും. അപ്പോസ്തലനായ പൗലോസിനെ ഉദാഹരണം എടുത്തോ. എന്തുണ്ട്? കല്ലേറുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്. പക്ഷെ ആ മനുഷ്യൻ ജീവിച്ച ആത്മീയ അഭിവൃദ്ധിയുടെ എത്ര ശതമാനത്തിലേക്ക് ഉയരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് ദൈവമക്കളെ.
പ്രവാചകന്മാരെ നോക്ക്, യോഹന്നാൻ സ്നാപകനെ നോക്ക്. ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പ്, അരയിൽ തോൽവാർ മാത്രമേ ഉള്ളൂ. നല്ലൊരു വസ്ത്രമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, പാർക്കാൻ ഇടമില്ല. പക്ഷെ അവൻ അനുഭവിച്ച അഭിവൃദ്ധി ഉണ്ടല്ലോ. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിക്കുള്ള അഭിവൃദ്ധിയെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. അതിനെ വ്യാഖ്യാനിക്കേണ്ടത് അക്ഷരിക ലെവലിലല്ല. കാരണം എന്താണെന്നറിയാമോ? അക്ഷരിക ലെവലിൽ വ്യാഖ്യാനിക്കുന്നത് പലപ്പോഴും ഏത് നിമിഷത്തിലും മാറി മറിയാവുന്ന സാഹചര്യങ്ങളാണ് അക്ഷരികമായിട്ടുള്ളത്. അത് ദൈവം പോലും ഗ്യാരണ്ടി തന്നിട്ടൊന്നും ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. ഇന്നിങ്ങനെ ഗ്രാഫ് മേളിലേക്ക് ഉയരുന്ന അക്ഷരീക നന്മകൾ ചിലപ്പോൾ താഴേക്ക് പോകാം, പിന്നെ മേളിലേക്ക് വരാം. അത് ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. അഭിവൃദ്ധി ഇരിക്കുന്നത് ദൈവത്തോട് കൂടെ നടക്കുക എന്ന അനുഭവത്തിലാണ്. അത് ഹൃദയപൂർവ്വമുള്ള അനുഭവമാണ്. ഹല്ലേലൂയ. യെരൂശലേമിലും ഇസ്രായേലിലും ഒത്തിരി ചെറുപ്പക്കാരുണ്ടായിരുന്നു. എന്നാൽ അത്രയും ചെറുപ്പക്കാരുടെ നടുവിൽ ഒരു ശമൂവേല് പെട്ടകത്തോട് അടുത്ത് ചെന്ന് നടക്കുന്ന ഒരു ശമൂവേല്. കൊതിയോടെ ഇവിടെയുള്ള ഓരോ കുഞ്ഞുങ്ങളോടും ചെറുപ്പക്കാരോടും ഞാൻ പറയട്ടെ, ഒട്ടനവധി കുട്ടികൾ ഈ കോട്ടയത്തുണ്ട്. ഈ കോട്ടയത്തെ ഒത്തിരി ചർച്ചുകളിൽ ഒത്തിരി യുവജനങ്ങളുണ്ട്. അവർക്കാർക്കും ആത്മീയത പോലും താല്പര്യമില്ലായിരിക്കാം. ചിലതൊക്കെ യൂത്ത് മീറ്റിംഗ് നടത്തുമ്പം യൂത്തിനെ കൊണ്ടുവരാൻ വേണ്ടി അവരുടെ യൂത്ത് ഐക്കൺസിനെ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ യൂത്ത് വരത്തുള്ളൂ. അത്രേ മീറ്റിങ്ങിന് പോലും വരാൻ താല്പര്യമില്ലാത്ത അതുപോലത്തെ ഒരു സാഹചര്യങ്ങളുടെ നടുവില് അവൻ കൊതിയോടെ നമ്മുടെ ചെറുപ്പക്കാരോടും നമ്മുടെ കുഞ്ഞുങ്ങളോടും ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കുഞ്ഞിന്റെ അകത്ത്, ഏതെങ്കിലും ചെറുപ്പക്കാരുടെ അകത്ത് ആ ശമൂവേലിനെ പോലെ പെട്ടകത്തോട് അടുത്തു നിൽക്കാൻ ഒരു കൊതിയുണ്ടെങ്കിൽ എഴുതി വെച്ചോ, ദൈവം നിന്റെ ജീവിതത്തെ അഭിവൃദ്ധി കൊണ്ട് നിറയ്ക്കും. Praise the Lord. Hallelujah. കർത്താവ് വാസ്തവത്തിൽ ഇങ്ങനെ തെരഞ്ഞോണ്ടിരിക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒത്തിരി പേരെ ആവശ്യമുണ്ട്. ഇന്ന് കേരളത്തില് പെന്തക്കോസ്ത് സഭകളെ മൊത്തത്തിലെടുത്താൽ ഒരു 10,000 സഭകൾ കാണുമായിരിക്കും. ആ 10,000 സഭകളിൽ 10,000 പാസ്റ്റർമാരുണ്ടെന്ന് വിചാരിച്ചു. ആ 10,000 പാസ്റ്റർ, ഏകദേശം 7,000 പാസ്റ്റർമാർക്കും 55 വയസ്സിന് മേൽ പ്രായമുണ്ട്. 3,000 പാസ്റ്റർമാർക്ക് 55 വയസ്സിൽ താഴെ പ്രായമുള്ളവരുള്ളൂ. വരുന്ന 10 വർഷത്തിനകത്ത് 7,000-ഓളം പാസ്റ്റർമാർക്ക് 65 വയസ്സാവും. ശുശ്രൂഷിക്കാൻ ആരോഗ്യം അനുവദിക്കത്തില്ല. അന്ന് ഈ സഭകളൊക്കെ ഇവിടെ കാണും. കർത്താവ് വരാൻ വൈകിയ അധികം താമസിയാതെ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിനകത്ത് പാസ്റ്റർമാരുടെ ദൗർലഭ്യം നേരിടാൻ പോകുന്നു. TPM ചർച്ചകാരോട് ചോദിച്ചാൽ അവർ പറയും പാസ്റ്റർമാരുടെ ദൗർലഭ്യം എന്നാൽ എന്താണെന്ന്. അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഒരു മൂപ്പൻ ഒരിടത്ത് ആരാധന നടത്തിച്ച് വണ്ടി എടുത്ത് പായുകയാണ് അടുത്ത സ്ഥലത്ത് ആരാധന നടത്താൻ. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്ഥലത്ത് ആളുകൾ കാത്തിരിക്കുക പാട്ടും പാടി. ഇദ്ദേഹം ചെന്നിട്ട് വേണം കർത്തൃമേശ നടത്താൻ. അങ്ങനെ 2-3 ചർച്ചകളാണ് ഓരോരുത്തർ കൈകാര്യം ചെയ്യുന്നത്. കാരണം ആളുകളില്ല. ഈ ക്രൈസിസ് അധികം താമസിയാതെ നമ്മുടെ നാട്ടിലും ഉണ്ടാകും. സ്തോത്രം. വിശ്വാസികൾ ഉണ്ടെങ്കിൽ കേട്ടോ. വിദേശത്തും യൂറോപ്പിലും ഒക്കെ സംഭവിച്ചത് സ്ലോ പോയിസണിങ് ആയിരുന്നു. സ്ലോ പോയിസണിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഭയങ്കര ഉണർവുണ്ടായി. ആ ഉണർവിൽ ആളുകൾ ചർച്ചിൽ തിങ്ങിക്കൂടി. മിഷണറിമാർ ഇറങ്ങി പുറപ്പെട്ടു. ചർച്ചിന്റെ വലിപ്പം കൂട്ടേണ്ട വന്നു. വലിയ ചർച്ചുകൾ പണിതുണ്ടാക്കി. പക്ഷെ ആ തലമുറയ്ക്ക് അവരുടെ മക്കളിലേക്ക് കൊടുക്കാൻ സാമ്പത്തികത്തിന്റെ കൂടെ ആത്മീയതയില്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ മക്കൾക്ക് അവർ കണ്ട കുറെ ചടങ്ങുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതോടെ ആ ചർച്ചിനകത്ത് അടുത്ത തലമുറ മാറി വന്നപ്പോൾ കുറെ ചടങ്ങുകളും പാരമ്പര്യങ്ങളും ഉണ്ടായി. അവരുടെ തലമുറയിലേക്ക് വന്നപ്പോൾ അവർക്ക് ചർച്ചിനോടൊന്നും വലിയ താല്പര്യമില്ലാതെയായി. ചർച്ചിൽ പോയാലേ ദൈവം ആരാധന കേൾക്കത്തുള്ളൂ എന്ന ചോദ്യമായി. അങ്ങനെ ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞ് ചർച്ചിനകത്ത് ആളില്ലാതായി. ഇപ്പോൾ ചർച്ചുകൾ വിജനമായി. അത് വിൽപ്പനയ്ക്ക് വെച്ചു. ഒത്തിരി പള്ളികൾ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്ന യൂറോപ്പിന്റെ അവസ്ഥ പതുക്കെ നമ്മുടെ കേരളത്തിലും രാജ്യത്തും നടക്കാൻ പോകുന്നുവെന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് നമ്മുടെ കേരളത്തിലുള്ള ബൈബിൾ കോളേജുകളിൽ നമ്മൾ കാണുന്നത്. ഞാനായിരിക്കുന്ന സെമിനാരിയില് മലയാളി ഒരാളെ ഉണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് ഒരാളുണ്ട്.
ഒറീസയിൽ നിന്ന് 2-3 പേരുണ്ട്. ബാക്കി മുഴുവനും നാഗാലാൻഡും മണിപ്പൂരും ഒക്കെയാണ്. കോട്ടയം തിയോളജിക്കൽ സെമിനാരി തൊട്ടടുത്തുള്ളൊരു സെമിനാരിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു, മലയാളികൾ എത്ര പേരുണ്ട്? ഒരു 10-20 പേര് കാണും. അപ്പോൾ മൊത്തത്തിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഒരു 180ഓളം സ്റ്റുഡൻസ് ഉണ്ട്. ബാക്കി എവിടുന്ന? അവരും നോർത്ത് ഇന്ത്യ എന്നൊക്കെയാണ്. കുമ്പനാടുള്ള IPSയുടെ സെമിനാരിയിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പോയപ്പോൾ കണ്ട കാഴ്ച, ഒരു 100-300 പേർക്കുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. പക്ഷെ സ്റ്റുഡൻസ് ഇല്ല. 120 സ്റ്റുഡൻസ് ഒക്കെ ഉള്ളൂ. മലയാളികൾ വളരെ കുറവാണ്. എത്രയോ ബൈബിൾ കോളേജുകൾ പൂട്ടി. ഓരോരോ ബൈബിൾ കോളേജുകളായിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിൽ ഒരു സഭകളിൽ നിന്നും ആരും സുവിശേഷ വിലയ്ക്ക് ഇറങ്ങുന്നില്ല. അടുത്ത 10 വർഷം കഴിയുമ്പോഴേക്കും വലിയ ക്രൈസിസിലോട്ട് നമ്മുടെ സഭ, നമ്മുടെ ക്രിസ്തീയ ലോകം മുന്നോട്ട് പോകുന്ന കാഴ്ച കാണുമ്പോ ഈ സ്റ്റേജിൽ നിന്നോണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കിയിട്ട്, ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരെ നോക്കിയിട്ട് കൊതിയോടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ അകത്ത് ദൈവത്തെ അന്വേഷിക്കുവാൻ ഒരു കൊതിയുണ്ടെങ്കിൽ നിങ്ങളെ തേടി ദൈവം അഭിവൃദ്ധി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ശമൂവേൽ ബാലൻ ആ പെട്ടകത്തിന്റെ അടുത്തേക്ക് ചെന്ന് കിടന്നപ്പോൾ അവന്റെ അകത്തൊരു കൊതിയുണ്ടായിരുന്നു, എനിക്ക് ദൈവശബ്ദം കേൾക്കണം. ഏലി പുരോഹിതന്റെ, മഹാപുരോഹിതന്റെ മക്കൾക്ക് അതിന് താല്പര്യമില്ല. ഇസ്രായേൽ ജനതയ്ക്ക് ആർക്കും താല്പര്യമില്ല. അന്ന് 3-ാം അധ്യായം 1-ാം വാക്യമേ യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. പ്രവചന ശബ്ദം കേൾപ്പാനില്ല. പ്രവചന ശബ്ദം എന്ന് പറഞ്ഞാൽ പാപത്തെ വിരൽ ചൂണ്ടുന്ന ദൈവശബ്ദം, മടങ്ങി വരവിനുള്ള ആഹ്വാനം, അത് കേൾക്കാനില്ല. ആമേൻ. ഇന്നത്തെ ഒരു കാലഘട്ടത്തോട് തുലനം ചെയ്യാം. എല്ലാവർക്കും കേൾക്കേണ്ടത് അവർക്കുള്ള കുറെ ഭൗമിക അനുഗ്രഹങ്ങൾ മാത്രം. കുറെ പേരെ ഭയപ്പാടിൽ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. സുവിശേഷീകരണത്തെ കുറിച്ചോ, നിത്യതയെ കുറിച്ചോ, വിശുദ്ധ ജീവിതത്തെ കുറിച്ചോ, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചോ പ്രസംഗിക്കുന്ന പ്രസംഗകർ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ ഈ സ്റ്റേജിൽ നിന്നോട് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ ഒരിക്കലും ഒരു ക്യാമ്പിൽ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പെൺകുട്ടികൾ എൻ്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു, പാസ്റ്റങ്ങൾ പറഞ്ഞൊക്കെ സത്യമാണ്, പക്ഷെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾ പെൺകുട്ടികളല്ലേ, ഞങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാമോ, ലോക ചരിത്രത്തിലെ സ്വാധീനിച്ചിട്ടുള്ള ഉണർവിന്റെ മൂവ്മെന്റ്സിൽ എത്രയോ സഹോദരിമാരുടെ പേരുണ്ട്. പണ്ഡിത രമാഭായിയെ നിങ്ങൾക്കറിയാമോ? പൂനെയില് ഇന്ത്യയുടെ പെന്തക്കോസ്ത് പ്രസ്ഥാനം രൂപപ്പെടുന്ന 1900 മുൻപേ ആരാധിക്കുകയും അന്യഭാഷ പറയുകയും ചെയ്ത ചരിത്രമാണ് പൂനെയിലെ അവരുടെ ആ സഹോദരിമാർ ഒരുമിച്ചുണ്ടായിരുന്ന ആ കൂട്ടായ്മ. ഞാനവിടെ പോയി അവരന്ന് കൂടിയിരുന്ന് അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച ആ ആലയത്തിനകത്ത് കയറി നിന്നപ്പോൾ എൻ്റെ അകത്തേക്ക് ആ ഓർമ്മകളെല്ലാം കയറുമെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. പണ്ഡിത രമാഭായിക്ക് 5 അടി ഉയരം കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ പൊക്കം കുറവായിരുന്നു. ഞാനവിടെ കയറിയപ്പോൾ അവരുപയോഗിച്ചിരുന്ന ടേബിളും ചെയറും ഒക്കെ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ ചെയറിനുള്ള പൊക്കത്തിന്റെ പകുതിയേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? അപ്പോഴാണ് അവർ പറഞ്ഞ്, അറിയത്തില്ലേ, പണ്ഡിത രമാഭായിക്ക് വളരെ പൊക്കം കുറവായിരുന്നു, വളരെ ഷോർട്ടായിരുന്നു. ഒന്ന് വളരെ ഷോർട്ടായിട്ടുള്ള ആള്, 2 ഇന്നേക്ക് 100-150 വർഷത്തിന് മുമ്പാന്ന് ഓർക്കണം. അവൻ സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് ഒരു വിലയും ഇല്ലാതിരുന്ന കാലഘട്ടം. പൂനായിൽ ഇവർ കുറെ സഹോദരിമാരെ കൂട്ടി അവരിലേക്ക് സുവിശേഷം പറഞ്ഞപ്പോ ആളുകൾ അവരെ ഓടിച്ചു. അവര് കാൽനടയായിട്ട് പൂനായിൽ നിന്ന് 2 കിലോമീറ്റർ നടക്കണം ഇന്ന് അവരുടെ ആശ്രമത്തിൽ ചെല്ലണമെങ്കിൽ. അത്രയും ദൂരം കാൽനടയായിട്ട് അവർ നടന്നു എന്നൊരു കുഗ്രാമത്തിൽ ചെന്ന് ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ പുറകിൽ അവരുടെ കഴിവോ മിടുക്കോ സാമർഥ്യമോ ശാരീരിക യോഗ്യതയോ ബുദ്ധി സാമർഥ്യമോ അല്ല. അവർ ദൈവത്തെ അന്വേഷിച്ചപ്പോ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നതാണ്. പ്രസ്ഥാനത്തിന്റെ ആരംഭം അസൂസ സ്ട്രീറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അവിടെ ആഗ്നസ് ഓസ്മാൻ എന്നൊരു സഹോദരിയുടെ പേര് മറക്കാൻ പറ്റത്തില്ല. ചാൾസ് പർഹാമിന്റെ അടുക്കൽ ചെന്ന്
ആ സഹോദരി പറഞ്ഞു, എനിക്ക് അന്യഭാഷ പ്രാപിക്കണം. ആ പാസ്റ്റർ പറഞ്ഞു, എനിക്കറിയില്ല, നീ പ്രാർത്ഥിക്കുക, ഞാൻ പ്രാപിച്ചിട്ടില്ലല്ലോ. അവർ 1900 പറക്കുന്ന അന്ന് അർദ്ധരാത്രിയിൽ ദൈവസല്ലിരുന്ന് തന്റെ മുറിക്കകത്ത് അവലോടെ കൊതിയോടിരുന്ന് കരഞ്ഞപ്പോ ആ മുറിക്കകത്ത് ഒരു ദൈവിക പ്രകാശം ഇറങ്ങി വന്നു. ആ സഹോദരി അന്യഭാഷ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഓടിച്ചെന്ന് തന്റെ പാസ്റ്ററോട് താനെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയിൽ പാസ്റ്റർ അഭിഷേകം പ്രാപിച്ചു, വിശ്വാസികൾ അഭിഷേകം പ്രാപിച്ചു. അങ്ങനെയാണ് അസൂസ സ്ട്രീറ്റ് റിവൈവൽ ഉണ്ടായത്. അവിടുന്നുള്ള അവൻ ദൈവിക ആത്മീക ആ വെളിച്ചവും കൊണ്ടല്ലേ കുക്കു സാഹിബ് ഒക്കെ കേരളത്തിലോട്ട് വന്നതുമൊക്കെ. ചരിത്രങ്ങൾ പലതും നമ്മൾ ഓർക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണെന്നൊന്നുമല്ല അവിടുത്തെ വിഷയം, സഹോദരനാണോ സഹോദരിയാണെന്നൊന്നും അവിടെ വിഷയമല്ല. ദൈവത്തെ അന്വേഷിക്കാൻ കൊതിയുള്ള ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാ, ഈ അന്ത്യകാലഘട്ടത്തിൽ ഇനിയും കർത്താവിന് വേണ്ടി ജീവിക്കാനേ സമയമുള്ളൂ. ലോകത്തിന് വേണ്ടി ഓടാൻ ഇനി നേരമില്ല. കാഹളം ധ്വനിക്കാറായി, കർത്താവ് വരാറായി, ദൈവസഭ ഇവിടുന്ന് പോകാറായി, ഈ കാണുന്ന സകലവും തീയാൽ ദഹിക്കപ്പെടാറായി. ഇതിനു മുൻപേ കർത്താവിന് ചിലരെ വേണം. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ, പിന്മാറ്റക്കാരെ തിരിച്ചു കൊണ്ടുവരുവാൻ, ചിലരെ കൂടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാൻ, ചില കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ, ചില കട്ടിയായ ഹൃദയങ്ങളെ മാംസമാക്കുവാൻ, ചില പ്രവചന ശബ്ദം വിളിച്ചു പറയുവാൻ, മനസ്സന്തരത്തിന്റെ ശബ്ദം വിളിച്ചു പറയുവാൻ, യോഹന്നാൻ സ്നാപകനെ പോലെ പൊതുജനമധ്യേ ഇറങ്ങിച്ചെന്നുകൊണ്ട് മനസ്സാന്തരപ്പെടുവീരെന്ന് വിളിച്ചു പറയുവാൻ ദൈവത്തിന്റെ ശബ്ദമാകേണ്ടതിന് ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. ഇതിന്റെ നടുവിലിരിക്കുന്ന ആർക്ക് പറയാൻ പറ്റും? ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കുമോ, എന്റെ കർത്താവേ എന്നെ തെരഞ്ഞെടുക്കണമേ. ഒരു കൊതിയുണ്ടെങ്കിൽ, ഒരാഗ്രഹമുണ്ടെങ്കിൽ ദൈവം നിന്നെ അഭിവൃദ്ധി കൊണ്ട് നിറയ്ക്കും. യേശുവേ 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 യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ചെറുപ്പം തൊട്ടൊരു കൊതി ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് വന്നത് ഞാൻ ഒന്നും കൂടെ ഓർമ്മ പുതുക്കിയായിരുന്നു. ഞാൻ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും പറഞ്ഞിട്ടല്ല, പക്ഷേ എന്തോ ദൈവം ഒരു കൊതി തന്നിരുന്നു. ഞാൻ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിച്ചപ്പോൾ എൻ്റെ ചർച്ചിലെ പാസ്റ്റർ പ്രസംഗിച്ച് ഓരോ പ്രസംഗത്തിൻ്റെയും കുറിപ്പ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന മക്കളോട് ഞാൻ പറയാം, നിങ്ങളൊരു പേനയും ഒരു ബുക്കുമായിട്ട് വേണം സഭായത്തിന് വരാൻ. ഇവിടെ പ്രസംഗിക്കുന്ന വാക്കുകളും അതിന്റെ പോയിന്റുകളൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. ആർക്കറിയാം, നാളെ ഒരിക്കൽ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിഞ്ഞാലോ. ഞാൻ ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, കോളേജിൽ ലൈബ്രറി ചെന്നിരുന്ന് എൻ്റെ സബ്ജക്റ്റിന്റെ പുസ്തകമൊന്നുമല്ല, തിയോളജിയുടെ പുസ്തകം അതിനകത്ത് നിന്ന് എടുത്ത് ഞാൻ നോട്ട്സ് തയ്യാറാക്കി. നോട്ട്സ് ഇപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അന്നൊന്നും ഞാൻ ബൈബിൾ കോളേജിൽ പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ സ്വപ്നം ഒരു ജേർണലിസ്റ്റ് ആകണമെന്നുള്ളതായിരുന്നു. പത്രപ്രവർത്തനമായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഒരു സബ് എഡിറ്റർ ആകണമെന്നുള്ളത് കൊച്ചു സ്വപ്നമായിരുന്നു. അങ്ങനെയായിട്ട് ജീവിക്കുകയായിരുന്നു. ഡിഗ്രിക്ക് ഒരു സബ്സിഡിയറി പേപ്പർ ജേർണലിസത്തിൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജേർണലിസ്റ്റ് ആകാൻ ആഗ്രഹിച്ചിരുന്ന എന്നെ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പരീക്ഷ എഴുതിയിരുന്നപ്പോൾ ഒരു മീറ്റിംഗിൽ വെച്ച് കർത്താവ് വിളിച്ചു. ദൈവ ശബ്ദം ഞാൻ കേട്ടു. ഇടം വലം നോക്കാതെ എഴുന്നേറ്റ് നിന്ന് സമർപ്പിച്ചു. അവൻ ഒരു സ്രോതസ്സിലേക്ക് നോക്കാതെ ഇറങ്ങി തിരിച്ചു. കഷ്ടതകളുടെ പാതകളിലൂടെ നടന്നപ്പോഴൊക്കെ ഒരു കാര്യം എന്നെ എന്നും നിലനിർത്തിയത് ഈ കൊതിയായിരുന്നു. കർത്താവിനെ കുറിച്ച് വിളിച്ചു പറയാനുള്ള കൊതിയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയാം, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും മക്കളുടെ അകത്ത് ഈ കൊതി അവശേഷിക്കുന്നുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ നിങ്ങളെ നിറയ്ക്കും. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവം നിങ്ങളെ തെരഞ്ഞെടുക്കും. ദൈവത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ മേലുണ്ടാകും. നിങ്ങളുടെ ജീവിതം മുഴുവനും നിയന്ത്രിക്കുന്നത് ദൈവത്തിനു വേണ്ടിയുള്ള സ്വപ്നമാണെങ്കിൽ, ദൈവത്തിനു വേണ്ടിയുള്ള കൊതിയാണെങ്കിൽ ശക്തമായിട്ട് ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഹിസ്കിയ രാജാവ് അവൻ ദൈവത്തെ അന്വേഷിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഒരു കാര്യം കൂടെ അവിടെ ചേർത്ത് എഴുതിയിട്ടുണ്ട്. ഹിസ്കിയ രാജാവിനെ ഈ ഒരു പ്രവാചകനുണ്ട്, 26-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ദൈവ ഭയത്തിൽ
ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെക്കറിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. ഇത് സെക്കറിയ പ്രവാചകനല്ല, സെക്കറിയ പ്രവാചക ശുശ്രൂഷ പിന്നീടാണ്. ഈ സെക്കറിയാവിനെ കുറിച്ച് പിന്നീട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇദ്ദേഹം ആരാണ്, എന്താണ്, ഏതാണെന്നും അറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു മനുഷ്യൻ ഒരു രാജാവിന്റെ ഹൃദയത്തെ ദൈവസനെ നിലനിർത്തി. ആ മനുഷ്യൻ ചെയ്തത് എന്തൊക്കെയാണെന്നറിയാമോ? ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു. ദൈവഭയത്തിൽ ഉപദേശിച്ചു വന്നത് എന്ന് പറഞ്ഞാൽ, ഒരു ട്രാൻസ്ലേഷൻ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിൽ ഞാൻ വായിച്ചത് ദൈവത്തിൻ്റെ ദർശനത്തിലുള്ള തിരിച്ചറിവിൽ അവനെ ഉപദേശിച്ചു എന്നാണ്. അതായത് ദൈവിക ദർശനങ്ങളെ പ്രാപിച്ചെടുക്കുക എന്ന തിരിച്ചറിവ് എന്നാണ് ദൈവഭയം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻ. അങ്ങനെയുള്ള കാര്യത്തിൽ ഈ പ്രവാചകൻ അല്ലെങ്കിൽ ഈ മനുഷ്യൻ സെക്കറിയാവ് ഈ രാജാവിനെ ഉപദേശിച്ചു. അതുകൊണ്ടാണ് ഈ വ്യക്തി ദൈവത്തെ അന്വേഷിച്ചത്. കഴിഞ്ഞ ആഴ്ചയിൽ എത്ര തവണ നിങ്ങളുടെ മക്കളോട് ദൈവഭയത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചു? ഒരു തവണയെങ്കിലും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ മക്കളിലേക്ക് ആത്മീക ചിന്തകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള മാതാപിതാക്കൾ എത്ര പേരുണ്ട്? നിങ്ങളുടെ ഡൈനിങ് ടേബിളിലെ ഡിസ്കഷനിൽ, നിങ്ങളുടെ തലമുറകളുമായിട്ടുള്ള ഡിസ്കഷനിൽ കഴിഞ്ഞ ആഴ്ചയിൽ എത്ര തവണ ദൈവഭയത്തെ കുറിച്ച് എത്ര അമ്മമാര് മക്കളോട് സംസാരിച്ചു? എത്ര പിതാക്കന്മാര് നിങ്ങളുടെ മക്കൾ പ്രാർത്ഥിക്കുന്നതിനും വചനം വായിക്കുന്നതിനും കൊതിയോടെ അവരെ ഉപദേശിച്ചു? ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറ മാതാപിതാക്കളുടെ ഉപദേശങ്ങൾക്കനുസരിച്ചാണ് രൂപപ്പെട്ടു വരുന്നത്. ലോകത്തിലെ സ്വപ്നങ്ങൾ അവരിലേക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ലോകത്തിലെ സ്വപ്നങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവിക സ്വപ്നങ്ങളിൽ അവരിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു വിജയമായി ദൈവമക്കളെ. ഞാൻ പലപ്പോഴും കാണാറുള്ള ഒരു സത്യം പറയാം. ഞാൻ പോകുന്ന പല യൂത്ത് ക്യാമ്പുകളിലും 10, 18, 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ പെന്തക്കോസിൽ ജനിച്ചതാണ്, പക്ഷെ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്നാ സ്നാനപ്പെടാതെ? പിന്നെ ഡിഗ്രി കഴിഞ്ഞാൽ സ്നാനപ്പെടാൻ ആഗ്രഹിച്ചിരിക്കുക. അതെന്നാ ഡിഗ്രി കഴിയുന്നതുവരെ കാത്ത് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാപമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എടാ, നീ ജീവിക്കുന്ന പാപം ചെയ്യാൻ വേണ്ടിയാണ്. ഇന്ന് നീ മരിച്ചാൽ നീ എവിടെ പോകും? ഞാൻ പോകുന്ന പല മീറ്റിങ്ങുകളും ഞാൻ ചോദിക്കാറുണ്ട്, നമ്മുടെ കർത്താവിന്റെ മടങ്ങിയവരെ ഏറ്റവും അടുത്തു എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാഹളം ധ്വനിച്ചാൽ ദൈവത്തെ കാത്തിരിക്കുന്ന ദൈവജനം ആ നിമിഷം കൂടെ അപ്രത്യക്ഷരാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കാറുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കാം. ഈ സെക്കൻഡിൽ കാഹളം ധ്വനിച്ചാൽ നിങ്ങൾ ഇവിടുന്ന് പോകുമെന്ന് മനസാക്ഷിയിൽ തൊട്ട് ഉറപ്പോടെ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? 10, 100, 10, 200 പേര് ഇരിക്കുന്നതിനിടയ്ക്ക് 3-4 പേര് കൈവക്കും ഞങ്ങൾക്ക് പ്രാഗൽഭ്യം ഉണ്ടെന്ന്. ബാക്കി ആർക്കും പ്രാഗൽഭ്യമില്ല. ഇവിടെ ഞാൻ കൈവക്കിക്കുന്നൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, മഹാഭൂരിപക്ഷം ദൈവത്തെ അന്വേഷിക്കുന്നതിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു ദുരവസ്ഥയുടെ നടുവിൽ, ഈ വല്ലാത്ത കാലഘട്ടത്തിന്റെ നടുവിൽ ലോകം സഭയ്ക്കകത്തേക്ക് കയറിയെന്ന് വിലപിക്കുന്ന വല്ലാത്ത കാലയളവിന്റെ നടുവിൽ ദൈവത്തെ അന്വേഷിക്കാൻ ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവത്തിന്റെ ദർശനത്തിന്റെ തിരിച്ചറിവിൽ ഹിസ്കിയാവിനെ ഉപദേശിക്കാൻ ഒരു സെക്കറിയാവ് ഉണ്ടായിരുന്നു. രാവിലെ നമ്മുടെ മക്കൾ എഴുന്നേൽക്കുമ്പോൾ അവർ ബൈബിൾ വായിച്ചുവെന്ന് എത്ര മാതാപിതാക്കൾ ഉറപ്പുവരുത്തുന്നുണ്ട്? നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ മക്കൾ ബൈബിൾ വായിക്കുക മാത്രമല്ല, വായിച്ചതിനകത്ത് അവർക്ക് എന്തു മനസ്സിലായെന്നും കൂടെ പറയുന്ന വിധത്തിലേക്ക് ആ കുടുംബ പ്രാർത്ഥന അവരുടെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലേക്കാക്കാൻ എത്ര മാതാപിതാക്കൾ പരിശ്രമിക്കുന്നുണ്ട്?
നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഒരു ഷെയറിങ്ങിന്റെ ടൈം ഉണ്ടോ? ആത്മീകമായിട്ടുള്ള ഷെയറിങ്ങിന് കുടുംബത്തിനകത്ത് സമയം കിട്ടുന്നുണ്ടോ? അതോ നമ്മുടെ ഭവനത്തിനകത്ത് ഉയർന്നു കേൾക്കുന്നത് സിനിമാ ഗാനങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളുമാണോ? ഒരിക്കലും അരുതേ, അരുതേ. നമ്മുടെ വീട്ടിനകത്ത് ഉയർന്നു കേൾക്കേണ്ടത് ആക്രോശങ്ങളും, നമ്മുടെ വീട്ടിനകത്ത് ഉയർന്നു കേൾക്കേണ്ടത് വൈരാഗ്യത്തിന്റെ വാക്കുകളും ആക്രോശത്തിന്റെ ദേഷ്യത്തിന്റെ വാക്കുകളുമല്ല. ഒരു ദൈവത്തിന്റെ വീട്ടിൽ നിന്ന് അയൽവാസികൾ കേൾക്കേണ്ടത് പാട്ടും പ്രാർത്ഥനയും ആരാധനയുമാകട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്ന കുടുംബമാകട്ടെ നമ്മുടെ കുടുംബം. നിങ്ങളുടെ അയൽവാസികൾക്ക് ഒരു വിഷയമുണ്ടായാൽ പ്രാർത്ഥനയ്ക്കായി ഓടി വരുന്ന ഒരു ഭവനമായി നമ്മുടെ ഭവനം മാറട്ടെ. ഹല്ലേലൂയ. ഏത് സമയത്തും കർത്താവിന് വരാൻ നമ്മുടെ കുടുംബത്തിനകത്ത് അന്തരീക്ഷം ക്ലിയർ ആയിരിക്കട്ടെ. ഞങ്ങൾ പലപ്പോഴും ഹൗസ് വിസിറ്റിന് പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പുവരുത്താറുണ്ട്, നേരത്തെ വിളിച്ചു പറയും. അല്ലെങ്കിൽ നമുക്കറിയാലോ, നമ്മളെല്ലാം വീടുകളുടെ കാര്യം, ഒരു വീടിന്റെ കാര്യം മാത്രമല്ല, നമ്മൾ വിളിച്ചു പറയാതെ ചതിക്കൻ ഒരു വീട്ടിലേക്ക് ചെന്ന് ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് കയറുമ്പോഴായിരിക്കും അവിടെ തിന്ന പാത്രം അവിടെ കിടക്കുന്നു, പിന്നെ അഴുക്ക് പിടിച്ച് കിടക്കുന്നു, ആ സോഫ സെറ്റിയുടെ തുണിയൊന്നും ക്ലിയർ അല്ല, അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഒരു മിനിറ്റ് എന്നും പറഞ്ഞാൽ 2 മിനിറ്റ് ഇല്ലെങ്കിൽ 1 മിനിറ്റിനകത്ത് മുഴുവനും ക്ലിയർ ആക്കാനുള്ള തത്രപ്പാടുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ വിളിച്ചു പറയും, ഞങ്ങൾ അവിടെ വരെ ഒന്ന് വരുന്നുണ്ട്. അല്ലാതെ ഒരാളുടെ കുറ്റമല്ല, നമ്മളെല്ലാം കാര്യം അങ്ങനെയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവ് വരുന്നതിനെ കുറിച്ച് കള്ളനെ പോലെ ഏത് സമയത്തൊന്നും ആർക്കും അറിയത്തില്ല. ഏത് നിമിഷത്തിലും കർത്താവ് വരാം. അപ്പോൾ ഒരു ചോദ്യം, എൻ്റെ ഹൃദയം ഇങ്ങനെ തിന്ന പാത്രം അവിടെയും അഴുക്ക് പിടിച്ചിട്ട് തൂക്കാതെ ഇപ്പുറത്തും സോഫാ സെറ്റിയുടെ കവറെല്ലാം മാറിയും അതുപോലത്തെ ഒട്ടും തയ്യാറെടുപ്പില്ലാത്ത ഒരു മനസ്സാണോ എൻ്റെ മനസ്സ്? കാരണം ധനിക്കുമ്പോൾ അയ്യോ 1 മിനിറ്റ് കർത്താവേ എനിക്കൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്, ഞാൻ ചിലരോടൊന്ന് ക്ഷമ ചോദിക്കട്ടെ, ഒന്ന് ശക്തമായിട്ട് ഞാനൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മനസ്സൊന്ന് ശാന്തമാകട്ടെ എന്ന് പറയാനൊന്നും അവിടെ നേരം കിട്ടില്ല. ഇതെല്ലാം കണ്ടുവെക്കുന്നതിനിടയിൽ സംഭവിക്കും. 24 മണിക്കൂറും ഒരുക്കത്തിലിരിക്കുന്ന ഒരു പറ്റം ദൈവജനം ഇവിടുന്ന് അപ്രത്യക്ഷരാകും. ഒരുക്കമില്ലാത്തവർ കൈവിടപ്പെടും. മണവാളൻ വരുന്നു എന്ന് ആർപ്പ് കേട്ടപ്പോ അതുമാത്രം മനസ്സിൽ ചിന്തിച്ചോണ്ടിരുന്നവർക്ക് മണവാളനെ എതിരേൽപ്പാൻ കഴിഞ്ഞു. മറ്റു പലതും ചിന്തിച്ചോണ്ടിരുന്ന 5 കന്യകമാർ വാതിക്കൽ മുട്ടിയപ്പോൾ പറഞ്ഞു, ഇനി സമയമില്ല. വർഷങ്ങളോളം നോഹ വിളിച്ചു പറഞ്ഞു, ഈ പെട്ടകം രക്ഷയ്ക്കായി പണിതാണ്, ഇവിടെ ജലപ്രളയം ഉണ്ടാകും, ഈ പെട്ടകത്തിൽ കയറണം. ആരും കയറിയില്ല. ജലം പൊങ്ങാൻ തുടങ്ങിയപ്പോൾ പോലും കയറിയില്ല. അവസാനം ഒരുപക്ഷെ ആ വാതിൽ അടച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് നീന്തി വന്ന് കാണും. പക്ഷെ അവിടെ കൃത്യം എഴുതിയിട്ടുണ്ട്, യഹോവ വാതിൽ അടച്ചു. നോയ്ക്ക് തുറക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, പറ്റത്തില്ല. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ, സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ ഈ കൃപയുടെ വാതിൽ അടയാൻ പോവുക. എത്ര നാളിനി ഉണ്ടെന്ന് നമുക്ക് ഒരു നിശ്ചയവുമില്ല കേട്ടോ, ഒരു നിശ്ചയവുമില്ല. എത്ര നാളുണ്ടെന്നൊരു നിശ്ചയവുമില്ല. ഒന്നാമത്തെ സാധ്യത ഒരു ലോക യുദ്ധമായിരിക്കാം. രണ്ടാമത്തെ സാധ്യത കർത്താവിന്റെ മടങ്ങി വരവായിരിക്കാം. മൂന്നാമത്തെ സാധ്യത നമ്മുടെ ജീവിതത്തിന്റെ ക്ഷണികതയാകാം. ഇന്നലെ കണ്ടവർ ഇവിടെ ഇല്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, കർത്താവ് വരുമ്പോ കൈവിടപ്പെട്ടു പോയാൽ ഇത്രയും വചനം കേൾക്കാൻ അവസരം കിട്ടിയിട്ട് യേശുവേ ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് പരിഹാരത്തിനായിട്ട് അങ്ങ് ക്രൂശിൽ മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ച് രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇതിന്റെ അടയാളമായി ജലത്തിൽ മുങ്ങി സ്നാനപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റാർക്കും നമ്മളെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ വചനം സത്യമാണ്, ഇതിൽ എഴുതിയിരിക്കുന്നതെല്ലാം സത്യമാണ്. ഈ സത്യം വെച്ചാണ് നമ്മെ ന്യായം വിധിക്കുന്നത്. പുസ്തകങ്ങൾ തുറന്നു എന്നൊരു വാക്യമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, മരിച്ചവർ പോലെ വൃദ്ധമാസൈവിക സിംഹാസനത്തിന്റെ മുൻപിൽ നിന്നു പുസ്തകങ്ങൾ തുറന്നു, ഇതിൽ എഴുതിയിരുന്ന ഒത്തവണ്ണം വിധിയുണ്ടായി.
ഇതെന്റെ കയ്യിൽ വെച്ചിട്ട് ഇത് വായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ, എന്റെ ബന്ധപ്പാടിന്റെ നടുവിൽ ഇത് വിസ്മരിച്ചു കളഞ്ഞുവെങ്കിൽ, പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല എങ്കിൽ, ദൈവത്തെ അന്വേഷിക്കാൻ സമയം കിട്ടിയില്ല എങ്കിൽ തീരാ നഷ്ടമായിരിക്കും ആ നിത്യത. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ചിലർ ബുദ്ധിമാന്മാർ ആകാശ മണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കുമെന്നൊരു വാക്യമുണ്ട്. അതാണ് ഈ സെക്കര്യാവ് ചെയ്തത്. സെക്കര്യാവ് രാജകൊട്ടാരത്തിലാണ് കേട്ടോ, രാജാവിനെ ഉപദേശിക്കാൻ ആക്കി വെച്ചിരിക്കുന്നവന്. ആ വ്യക്തിക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞുകൂടെ? ഇന്ന വ്യക്തി ശരിയല്ല കേട്ടോ, ഇന്ന വ്യക്തി ശരിയാണ് കേട്ടോ, ഇന്നത് ചെയ്യുന്നത് ഇന്ന രീതിയിൽ വേണം എന്ന് ഭയങ്കര തന്ത്രജ്ഞനായിട്ട് ഉപദേശിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് പേരെടുക്കാം, പ്രശസ്തി എടുക്കാം. പുള്ളിയെക്കുറിച്ച് വേറെ ഒരു ഡീറ്റെയിൽസ് ഒറ്റ സെന്റൻസിലാണ് ഒരു ശുശ്രൂഷയെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു രാജാവിനെ ദൈവത്തെ അന്വേഷിക്കുന്നവനായിട്ട് വാർത്തെടുക്കാൻ, അതും 16 വയസ്സുള്ളപ്പോഴാണ് അതെന്റെ കൈ കിട്ടുന്നത്. 16 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെ രൂപപ്പെടുത്തലൊന്നും ഈസി അല്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ മക്കള് കൗമാരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചെത്ര പറയും. നേരത്തെ 8 വയസ്സിന് മുമ്പൊക്കെ നുണയാണോ പറയുന്നത്, യേശുപ്പച്ച ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കൊച്ചു പെട്ടെന്ന് പേടിച്ച് സത്യം പറയും. കൗമാരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ കൊച്ചിനോട് നുണയാണോ പറയുന്നത്, യേശുപ്പച്ച ഫോട്ടോ എടുത്ത് വെച്ചിട്ട് കൊച്ചു പറയും അത് ഏത് ക്യാമറയില്ല, സോണിയുടെ ക്യാമറയാണോ അതോ നിക്കോണിന്റെ ക്യാമറയാണോ എന്ന് ചോദിക്കും. കാരണം ഇങ്ങോട്ട് തിരിച്ചു പറയാറായി. അപ്പൊ അങ്ങനെ പ്രായത്തിലെത്തിയ കുട്ടികളെ ദൈവവചനത്തിനനുസരിച്ച് വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പാരൻസും പറയാറുണ്ട്, നടക്കത്തില്ല. ഒന്ന് അങ്ങോട്ട് പറയുമ്പോൾ 4 ഇങ്ങോട്ട് പറയും. അതും രാജാവാണെന്ന് ഓർക്കണം, തലവരെ വെട്ടിക്കളയാനുള്ള അധികാരമുണ്ട്. പക്ഷേ ആ മനുഷ്യന്റെ അകത്തൊരു കൊതി ഉണ്ടായിരുന്നു. എത്ര റിജക്റ്റ് ചെയ്യപ്പെട്ടാലും പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. മക്കളിലേക്ക് വചനം കേറുന്നില്ലെന്ന് കണ്ടാൽ കണ്ണുനീരോടെ പറഞ്ഞുകൊണ്ടിരിക്കും. മക്കളിലേക്ക് ഇത് വിതച്ചോണ്ടിരിക്കും. ഏതൊക്കെ വിത്ത് അവര് തട്ടിക്കളഞ്ഞാലും, എന്തോരും അവര് ദൂരത്ത് കളഞ്ഞാലും കിട്ടുമ്പോഴൊക്കെ തലമുറയുടെ അകത്തേക്ക് വിതച്ചോണ്ടിരിക്കും. നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ലക്ഷ്യം നീ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്നാണ്. ഇതിങ്ങനെ സ്ഥിരമായി വിതച്ചു കഴിയുമ്പോൾ ഏതൊക്കെയോ വിത്ത് അവന്റെ അകത്ത് കയറും, അവളുടെ അകത്ത് കയറും. അത് അവരുടെ ജീവിതത്തെയും കാഴ്ചപ്പാടിനെയും ചിന്താമണ്ഡലത്തെയും സ്വാധീനിക്കാൻ തുടങ്ങും. അവർ ദൈവത്തെ അന്വേഷിക്കുന്നവരാകും. പക്ഷെ ഇത് നടക്കണമെങ്കിൽ ആദ്യം അപ്പനും അമ്മയും, എന്റെ ജീവിതമാണ് ആദ്യത്തെ യൂണിവേഴ്സിറ്റി. എന്റെ മക്കൾ പഠിക്കുന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്റെ ജീവിതമാണ്. എന്റെ ജീവിതം ഒരു പരാജയമാണെങ്കിൽ ഞാൻ എത്ര ഉപദേശിച്ചാലും മക്കളെ തട്ടിക്കളയത്തേ ഉള്ളൂ. പക്ഷെ എന്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്ന ഉപദേശമാണ് മക്കളിലേക്ക് സ്വാധീനിക്കുന്നത്. ദൈവഭയം എന്തെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറയെ രൂപപ്പെടുത്തുമെന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കാൻ ഉപദേശിച്ചത് കൊണ്ട് ആ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ ദൈവത്തെ അന്വേഷിച്ചപ്പോഴൊക്കെ ദൈവം അവന് അനവധിയായ സമൃദ്ധി നൽകി. ആരെങ്കിലും ഇതിനകത്ത് സമൃദ്ധി ആഗ്രഹിക്കുന്നുണ്ടോ? അതിന്റെ രഹസ്യം ഞാൻ വിളിച്ചു പറയുകയാണ്. ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിക്കോ. വിദ്യാഭ്യാസ ജീവിതത്തിൽ സമൃദ്ധി ആഗ്രഹിക്കുന്നുണ്ടോ? നീ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിക്കോ. ധാർമ്മിക ജീവിതത്തിൽ ഒരു സമൃദ്ധി ആഗ്രഹിക്കുന്നുണ്ടോ? സ്വഭാവത്തിൽ ഒരു സമൃദ്ധി ആഗ്രഹിക്കുന്നുണ്ടോ? അവൻ സ്വന്തം ജീവിത ശൈലിയിൽ ഒരു സമൃദ്ധി ആഗ്രഹിക്കുന്നുണ്ടോ? നീ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിക്കോ. കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു പറ്റം ആളുകളെ തമ്പുരാൻ ആദരിക്കും. യെശയ്യാവ് പറയുന്നുണ്ട്, യഹോവയെ കണ്ടെത്താകുന്ന കാലത്ത് അവനെ അന്വേഷിപ്പിൻ. ഒരു കാലം വരും. വെളിപ്പാട് ദിവസം പറയുന്നത് എന്നറിയാം, ഈ മഹോദരം എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. അത് എത്രയും പെട്ടെന്ന് വരാൻ പോകും. ഞാൻ ഇന്നലെയും കണ്ടു, ഒരു വാർത്ത വന്നിരിക്കുക. ഇന്ത്യ ഒരു പുതിയ മിസൈൽ പരീക്ഷിച്ചതിനെ കുറിച്ചാണ്. ആ മിസൈൽ എന്ന് പറഞ്ഞാൽ ആകാശത്തോടെ 1 സെക്കൻഡിൽ എത്രയോ കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാറ്റലൈറ്റിനെ ഇവിടുന്ന് തൊടുത്ത മിസൈൽ ചെന്ന്
10 സെന്റിമീറ്ററിന്റെ വ്യാസത്തിന്റെ അകത്ത് അതിനെ തകർത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇനി ഒരു യുദ്ധമുണ്ടായാൽ ലോകരാജ്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സാറ്റലൈറ്റുകളെ മുഴുവനും നശിപ്പിക്കും. പിന്നെ അങ്ങോട്ട് AI കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന സകല മിസൈലിന്റെയും ആണവ പോർമുനകളുടെയും അവസ്ഥ എന്താകുമെന്ന് ഊഹിക്കാൻ പറ്റില്ല. പിന്നെ ഒരു യുദ്ധം ഇനി ലോകത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിന്റെ തന്നെ നാശമായിരിക്കും എന്ന് പറയുന്നൊന്നും ചുമ്മാ പറയുന്നതല്ല. ഈ ലോകം നാശത്തിന് വേണ്ടി തയ്യാറാവുകയാണ്. ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം പത്രോസ് പറഞ്ഞത്, അവൻ തീച്ചൂള പോലെ, തീ കത്തി അഴിയുന്നത് പോലെ മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തെരിയുകയും ചെയ്യും. ഈ ഭൂമിയെ ദൈവം മുഴുവൻ രൂപപ്പെടുത്തി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കുമെന്നും വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പൊ മഹോദരവ കാലത്ത് സംഭവിക്കുന്നത് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ആകാശത്തോടെ പറന്നു നടക്കുന്ന ആസ്ട്രോയിഡുകൾ, ഉൽക്കകൾ ഓരോന്നോരോന്ന് ഭൂമി ലക്ഷ്യമായി ചീറിപ്പാഞ്ഞു വരുന്ന ഒരു കാഴ്ച യോഹന്നാൻ കണ്ടു. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും തുടരെ ഈ ഉൽക്കകൾ ഭൂമിയിലേക്ക് വന്ന് പതിച്ചിട്ട് ഒരു വാക്യം പറയുന്നത്, ഞാൻ നോക്കിയപ്പോൾ തീ കത്തുന്ന വൻമല പോലെ എന്തോ ഒന്ന് സമുദ്രത്തിലേക്ക് വന്ന് ഇടിച്ചു കയറിയിട്ട് അതിന്റെ വെള്ളം അത് കലങ്ങി കിലോമീറ്ററുകൾക്ക് സുനാമി ഉണ്ടായിട്ട് അതിന്റെ അകത്തുനിന്ന് ലാവ പുറത്തേക്ക് ചീറ്റിത്തെറിച്ച് താൻ നോക്കിയപ്പോൾ വെള്ളം രക്തനിറമായിട്ട് കണ്ടു. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ നിന്ന് മാറിപ്പോയി. ഒരു ഭാഗം മുഴുവനും പ്രകാശമില്ലാതായി. ആൾക്കാർ നോക്കുമ്പോൾ ചന്ദ്രൻ കരിമ്പടം പോലെ, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്താംബരം പോലെ. ഇതിന്റെ എല്ലാം വെളിച്ചം നഷ്ടമാകുന്ന പ്രപഞ്ചത്തെ തമ്പുരാൻ കർത്താവ് ഇപ്പം പെർഫെക്റ്റ് ആയിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ കൈയൊന്ന് വലിച്ചാൽ തീരുന്നതേ ഉള്ളൂ. ഈ കാണുന്നത് മുഴുവനും, നാം നേടിയത് മുഴുവനും വിട്ടേച്ച് പോകാനുള്ളതാണ്. യഹോവയെ അന്വേഷിക്കാവുന്ന കാലത്ത് നമുക്ക് നമ്മുടെ കർത്താവിനെ അന്വേഷിക്കാം. നിലനിൽക്കുന്നത് ദൈവത്തിനു വേണ്ടി നാം പ്രവർത്തിച്ചതേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ട്രാക്ട് കൊടുക്കുന്നവരാകാം, അതുകൊണ്ട് നമുക്ക് സുവിശേഷം പറയുന്നവരാകാം, അതുകൊണ്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ പേര് ചൊല്ലി വെച്ച് പ്രാർത്ഥിക്കുന്നവരാകാം. നമ്മുടെയൊക്കെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളെ കുറിച്ചുള്ള ലിസ്റ്റ്, അവർ ദൈവത്തെ അറിയാൻ വേണ്ടി നിങ്ങൾക്കൊരു കൊതി ഉണ്ടാകട്ടെ, ആത്മീകമായി വളരാൻ ഒരു കൊതി ഉണ്ടാകട്ടെ, പാപത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ചു കളയാൻ ഒരു കൊതി ഉണ്ടാകട്ടെ, പാപത്തിന്റെ ചങ്ങലകളെ ഒടിച്ചു കളയുവാൻ ഒരു കൊതി ഉണ്ടാകട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറയായി നാം രൂപപ്പെടട്ടെ. അങ്ങനെയാകുമ്പോൾ ദൈവിക സമൃദ്ധി കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹിസ്കിയ രാജാവ് ദൈവഭയത്തിൽ തന്നെ ഉപദേശിച്ച ആ നാളുകൾ, താൻ ദൈവത്തെ അന്വേഷിച്ചു, ദൈവം തനിക്ക് സമൃദ്ധി നൽകി. സമൃദ്ധിയുടെ ദൈവീക രഹസ്യത്തെ തിരിച്ചറിയുവാൻ, അതിനെ മുറുകെ പിടിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കുകയും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യും.